ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമദ് നാരായണീയം ദശകം 23 ദക്ഷചരിതവും ചിത്രകേതൂപാഖ്യാനവും. ശ്ലോകം 7. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണോ രൂപേണ ബദ്ധനുദിസിദ്ധഗണാവൃതേന പ്രാദുർഭവന്നചിരതോ നുദിഭിഃ പ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദധാഥ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. തസ്മൈ മൃണാളധവളേന, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സഹസ്രശീർഷ്ണോ, സഹസ്രശീർഷ്ണോ നീട്ടിയിട്ട് രൂപേണ ബദ്ധനുദിസിദ്ധഗണാവൃതേന. ബദ്ധ എന്നുള്ളതിൻ്റെ ധാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. സിദ്ധ എന്നുള്ളതിൻ്റെ ധാന്നും നന്നായിട്ട് ഊന്നി പറയണം. പ്രാദുർഭവൻ അചിരതോ ചേർത്തിട്ട് പ്രാദുർഭവന്നചിരതോ. ന ഒന്ന് ഊന്നി പറയണം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. നുദിഭി, ഭി എന്ന് നന്നായിട്ട് ഊന്നി പറയണം. അവിടെ വിസർഗമുണ്ട്. നു എന്നാണ്, പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ന്യു എന്നല്ല, നു എന്നാണ്. നുദിഭി പ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ. ദത്വാത്മതത്വം അനുഗൃഹ്യ ചേർത്തിട്ട് ദത്വാത്മതത്വമനുഗൃഹ്യ. ദത്വ ത്വ നവള ചിഹ്നം ദീർഘം. ആത്മ എന്നുള്ളതിൻ്റെ മ, താന്നും മാന്നും ഒന്നിച്ചിട്ട് പറയണത് മ. തത്വമനുഗൃഹ്യ തിരോദധാഥ. 3 ദ ഥ ത, 3ഉം വ്യത്യാസം അക്ഷരങ്ങൾ. അതേപോലെ ഉച്ചാരണം വ്യത്യാസമാണ്. ദ എന്നുള്ളത് ദയയിലത്തെ ദ എന്നാണ്, മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഥ എന്നുള്ളത് ധനം എന്നൊക്കെ ഉള്ളതിലത്തെ ധ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഥ എന്നുള്ളത് കഥ എന്നുള്ള ധ എന്നാണ്, അപ്പോൾ അതും നന്നായിട്ട് ഊന്നി പറയണം. തിരോദധാഥ അങ്ങനെ നിർത്താം. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണോ രൂപേണ ബദ്ധനുദിസിദ്ധഗണാവൃതേന പ്രാദുർഭവന്നചിരതോ നുദിഭിഃ പ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദധാഥ. അടുത്തത് 8ാമത്തെ ശ്ലോകം. ത്വദ്ഭക്തമൗലിരഥസോऽപി ച ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സങ്കാപയൻ ഗുണഗണം തവ സുന്ദരീഭിഃ സംഗാതിരേകരഹിതോ ലളിതം ചചാര. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. ത്വത്, ത്വൽ എന്നാവും എഴുതിയിട്ടുണ്ടാവുക, പക്ഷേ ഇൽ നല്ല ഇത്തെന്ന് അവിടെ ഉച്ചാരണം. ത്വത് ത്വത് ഭക്തമൗലിർ അഥ ചേർത്തിട്ട് ത്വദ്ഭക്തമൗലിരഥ. ഭക്ത എന്നുള്ളതിൻ്റെ ഭ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഭക്ത എന്നുള്ളത് കാ ത എന്നാണ്. മൗലിർ അഥ, ഥ എന്നുള്ളത് കഥ എന്നൊക്കെ ഉള്ളതിലത്തെ ഥ എന്നാണ്, നന്നായിട്ട് ഊന്നി പറയണം. സ അപി ചേർത്തിട്ട് സോപി ച ലക്ഷലക്ഷം. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. 2 സ്ഥലത്തുണ്ട്. ലക്ഷലക്ഷം. വർഷാണി ഹർഷുലമന ഭുവനേഷു. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കാമം സങ്കാപയൻ ഗുണഗണം തവ സുന്ദരീഭി. അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ സംഗാതിരേകരഹിതോ 2 സാന്ന് വേണം. സുന്ദരീഭി, ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സുന്ദരി എന്നുള്ളത് നാദ് എന്നാണ്. സുന്ദ, നന്ദനം, വന്ദനം എന്നൊക്കെ പറയണ എന്ത് എന്നാണ്. നാദ്. ലളിതം
ചചാര അങ്ങനെ നിർത്താം. ത്വത്ഭക്തമൗലിരഥസോऽपि च ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സങ്കാപയൻ ഗുണഗണം തവ സുന്ദരീഭിः സംകാതിരേകരഹിതോ ലളിതം ചചാര. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.